നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിശുദ്ധി ചക്ര അഥവാ ത്രോട്ട് ചക്രയുടെ അഫർമേഷൻസിനെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്, കാരണം ഞാൻ ചക്രാസിനെ പറ്റിയിട്ട് ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്തതാണ്. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ചക്രങ്ങൾ എന്താണെന്നും അതിൻ്റെ പൊസിഷൻ ഏതൊക്കെയാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ, അതിൻ്റെ പ്രാധാന്യം എന്താണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസുണ്ട്. ഓരോ ചക്രങ്ങളെ പറ്റിയിട്ടും പ്രത്യേകം തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ അഫർമേഷൻസാണ് പറയുന്നത്. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ചക്രാസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. വിശുദ്ധി ചക്ര അഥവാ ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ എനർജറ്റിക് ബോഡിയിലുള്ള 7 മേജർ ചക്രാസിൽ 5ാമത്തെ ചക്രയാണ് വിശുദ്ധി ചക്ര. നമ്മുടെ ത്രോട്ടിലാണ് ഇതിൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ത്രോട്ട് ചക്ര എന്ന് വിളിക്കുന്നതും. അതിൻ്റെ പേര് പോലെ തന്നെ, അതായത് വിശുദ്ധി എന്നതുപോലെ തന്നെ എല്ലാത്തിനെയും ശുദ്ധമാക്കുന്ന ചക്രയാണ്. അതായത് നമ്മുടെ വാക്ശുദ്ധി, ചിന്താശുദ്ധി, പ്രവൃത്തിശുദ്ധി, ഇതിനെയെല്ലാം ശുദ്ധീകരിക്കുന്ന ചക്ര എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നീല നിറത്തിലുള്ള 16 ഇതളുകളോട് കൂടിയ താമരപ്പൂവായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഈ 16 ഇതളുകൾ സംസ്കൃത ഭാഷയിലെ സ്വരാക്ഷരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പഞ്ചഭൂതങ്ങളിൽ ആകാശ തത്വമാണ് ത്രോട്ട് ചക്രയിൽ അടങ്ങിയിരിക്കുന്നത്. ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് അല്ലാതെ, അതായത് ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള, എനർജി കുറവായിട്ടുള്ള ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിക്കാൻ സാധിക്കില്ല. അതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏത് ഡെപ്തിലാണോ സംസാരിക്കുന്നത് അതിനെ മറ്റുള്ളവർ ആ രീതിയിൽ തന്നെ എടുക്കണമെന്നില്ല. നമ്മൾ പറയും, ഞാൻ പറയുന്നൊന്നും വേറെ ആൾക്കാരൊന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല. സത്യത്തിൽ ഇതിൻ്റെ റീസൺ എന്താണ്? നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ മറ്റുള്ളവർക്ക് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ത്രോട്ട് ചക്ര ആക്ടിവേറ്റഡ് ആയിരിക്കണം. അപ്പോൾ അത് ആരുടെ പ്രശ്നമാണ്? നമ്മുടെ പ്രശ്നമാണ്. അതുപോലെ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുക, തുറന്ന് സംസാരിക്കാത്തൊരവസ്ഥ, ഏത് കാര്യവും ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഓപ്പണായിട്ട് സംസാരിക്കാത്ത പോലെ തോന്നുക, ഇതൊക്കെ ത്രോട്ട് ചക്ര ഇൻബാലൻസ്ഡ് ആയാലുള്ള പ്രശ്നമാണ്. അതുപോലെ സംസാരശുദ്ധി, വാക്ശുദ്ധി, ശബ്ദശുദ്ധി, ഇതൊക്കെ ഉണ്ടാവുക അതായത് ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആയ ഒരാളിൽ മാത്രമാണ് സംസാരശുദ്ധി ഉണ്ടാവുക. ചിലർ പറയും, അവൻ പറയണ ഒന്നും മനസ്സിലാവുന്നില്ല, അവൻ എന്താ ഈ പറയുന്നതെന്ന്. അതായത് അവരുടെ സംസാരത്തിൽ ശുദ്ധിയില്ല, വാക്ശുദ്ധി ഉണ്ടാവില്ല. അതായത് വാക്ശുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പ്രോപ്പറായ വാക്കുകൾ, അതായത് മിക്കവാറും മോശം കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ട് സംസാരിക്കുക. അതായത് ഒരു കാര്യം മറ്റൊരാളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ മോശം കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുക. മോശം എന്ന് പറയുമ്പോൾ നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അതിൽ ചേർത്തിട്ടായിരിക്കും അവർ സംസാരിക്കുക. അതാണ് വാക്ശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ശബ്ദശുദ്ധി എന്ന് പറയുന്നത്, ചില ആളുകളുടെ സ്വരം നമുക്ക് ഭയങ്കര അരോചകമായിരിക്കും. അതേ സ്ഥാനത്ത് ചില ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ എത്ര നേരം വേണമെങ്കിലും കേട്ടിരിക്കും. കാരണം അവരുടെ ശബ്ദത്തിന് അത്രയും മാധുര്യം ഉണ്ടാവും, നമ്മളെ പിടിച്ചിരുത്താനുള്ളൊരു ശക്തി ഉണ്ടാവും. ഒരു വ്യക്തിയുടെ ത്രോട്ട് ചക്ര ഇൻബാലൻസ്ഡ് ആണെങ്കിൽ നമുക്കൊരിക്കലും അവരുടെ സംസാരം കേട്ടിരിക്കാൻ പറ്റില്ല. അതായത് അത്രയും നേരം നമുക്ക് അവരുടെ സംസാരത്തിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. ഇനി നമ്മൾ എന്തെങ്കിലും പ്രശ്നമാണ് അവരുടെ അടുത്ത് സംസാരിക്കുന്നെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഹീലിംഗ് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടില്ല. ചില ആളുകൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഹീലാവും. അതിൻ്റെ റീസൺ അവരുടെ ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ആയതുകൊണ്ടാണ്.
ഇനി ഇതിൻ്റെ ഫിസിക്കൽ സൈൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് തൈറോയിഡ് ഇഷ്യൂ, പിന്നെ തൈറോയിഡിൽ തന്നെ ഹൈപ്പർ തൈറോയിഡും ഉണ്ട്, ഹൈപ്പോ തൈറോയിഡും ഉണ്ട്. ത്രോട്ട് പെയിന്, നേരത്തെ പറഞ്ഞതുപോലെ ഇറിറ്റേറ്റിംഗ് വോയിസൊക്കെ ഇതിൻ്റെ ഒരു ഫിസിക്കൽ സൈനായിട്ട് നമുക്ക് കാണാം. ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്ത ഓർഗൻസ് ഉണ്ട്. നമ്മുടെ ത്രോട്ട്, നമ്മുടെ കഴുത്ത്, ടങ്ക്, ഷോൾഡേഴ്സ്, ഇതൊക്കെ ത്രോട്ട് ചക്ര റിലേറ്റഡ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയുന്നു എന്ന് മാത്രം. സോ ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നീല നിറത്തിലുള്ള ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അതായത് ബ്ലൂബെറി പോലുള്ള ഫുഡ് ഐറ്റംസ്, ബ്ലാക്ക്ബെറി, വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിലൂടെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്രിസ്റ്റൽസ്, യോഗയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. പല ചക്രാസനം പറ്റിയ, അതായത് ഓരോ ചക്രയ്ക്കും പറ്റിയ തന്നെ ആസനങ്ങളുണ്ട്. അതനുസരിച്ച് നമുക്ക് ഏത് ചക്രയാണ് ഏറ്റവും വീക്കായിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ആ തരത്തിലുള്ള യോഗാസനങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് ഉണ്ടാവും. അതുപോലെ റേക്കി വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. വളരെ വളരെ മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് അഫർമേഷൻസ് നമുക്ക് റേക്കിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. സോ നമുക്ക് അഫർമേഷൻസിലേക്ക് കടക്കാം. എൻ്റെ സംസാരത്തിൽ എപ്പോഴും വിജയവും സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്നു. സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ശാന്തനായിരിക്കും. ഞാൻ എപ്പോഴും എൻ്റെ അഭിപ്രായങ്ങൾ ശാന്തമായും പരിഗണനയോടും പറയുന്നു. എൻ്റെ സംസാരത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഞാനൊരു ഗുഡ് ലിസണറാണ്. ഞാൻ ബോധപൂർവം ചിന്തിച്ചതിന് ശേഷം മാത്രമേ എന്തും പ്രതികരിക്കുകയുള്ളൂ. ഞാനൊരു മികച്ച കമ്മ്യൂണിക്കേറ്റർ ആണ്. എൻ്റെ ആശയവിനിമയങ്ങളിൽ ഞാൻ വ്യക്തവും ബോധവാനുമാണ്. ഞാൻ ക്ഷമയും ശ്രദ്ധയുമുള്ള ഒരു ശ്രോതാവാണ്. ഞാൻ സത്യം തുറന്നും സ്വതന്ത്രമായും സംസാരിക്കുന്നു. എൻ്റെ സത്യസന്ധത ഞാൻ അർഹിക്കുന്നതിനെ ആകർഷിക്കുന്നു. എന്നിലെ സത്യസന്ധത എന്നെ സ്വതന്ത്രനാക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയും പോസിറ്റീവായി സംസാരിക്കാൻ എനിക്ക് കഴിവുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് മുൻപിൽ സംസാരിക്കാൻ ആത്മവിശ്വാസമുള്ളവനാണ്. എൻ്റെ വാക്കുകൾ എൻ്റെ കാഴ്ചപ്പാടിനെ പ്രകാശിപ്പിക്കുന്നു. ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഞാൻ എൻ്റെ വാക്കുകളെ പ്രകടിപ്പിക്കുന്നു. സർഗാത്മകത എൻ്റെ വാക്കുകളിലൂടെ സ്വതന്ത്രമായി ഒഴുകുന്നു. ഞാൻ വാക്കുകൾക്ക് ശക്തിയും സ്വാധീനവും കൽപ്പിക്കുന്നു. ഞാൻ എൻ്റെ ചിന്തകളും ആശയങ്ങളും എളുപ്പത്തിൽ പ്രകടിപ്പിക്കുന്നു. ഞാൻ എപ്പോഴും സ്നേഹത്തോടെയും മനസ്സിലാക്കിയുമാണ് സംസാരിക്കുന്നത്. എൻ്റെ ത്രോട്ട് ചക്ര ആക്ടിവേറ്റഡ് ആണ്, ബാലൻസ്ഡ് ആണ്, ഹീൽഡ് ആണ്. താങ്ക് യു.